ശരത്. ഗ്രീനിക്കോ എന്ന എക്സോട്ടിക് യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. നിങ്ങളുടെ മുമ്പിൽ ഒരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് ടെറാൻറ്റുള എന്ന് പറഞ്ഞിട്ടുള്ളത് ചാർക്കോ ഗോൾഡൻ ടീ. ഇതിന്റെ ദേശം വരുന്നത് പരാഗോ, അർജന്റീന എന്നിവിടങ്ങളാണ് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത്. നമുക്ക് ഇത് നമ്മൾ എക്സോട്ടിക്കിലെ ഏറ്റവും നമ്മളൊരു പെറ്റായിട്ട് വളർത്തുന്ന ഒരു ഇതായിട്ട്. ഫീമെയിലിൽ പെടുന്ന ഒരു ടെറാൻറ്റുളയാണിത്. പിന്നെ നിങ്ങളുടെ മെയിലാണെങ്കിൽ 7 to 8 വർഷം വരെ അതിൻ്റെ ആയുസ് ഏറ്റവും കൂടുതൽ നമുക്ക് വരുന്നത്. ഫീമെയിലുകളൊക്കെ ആണെങ്കിൽ 20 to 25 വർഷം വരെ ആയുസ് വരുന്നത്. പിന്നെ നിങ്ങളുടെ കാലുകളുടെ നീളം വരുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ 18 സെന്റിമീറ്റർ വെച്ചിട്ടുണ്ടെങ്കിൽ 7 ഇഞ്ച് ഇതിലാണ് കണക്ക്. പുറത്തുകാർക്ക് നല്ല ഈസി ആയിട്ട് വളർത്താനും പിന്നെ നമുക്ക് നല്ല ഫ്രണ്ട്ലി ആയിട്ട് വളർത്താൻ പറ്റിയ ഒരു പെറ്റാണ് ടെറാൻറ്റുള. പിന്നെ നിങ്ങളെ നെഗറ്റീവ് വശം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഹെയർ നമ്മുടെ സ്കിന്നിൽ മുട്ടുമ്പോൾ ചെറിയ ചൊറിച്ചിൽ കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷെ അത് എല്ലാവർക്കും തന്നെ ഇല്ല, അത് ചില ആൾക്കാർ മാത്രമേ ഉണ്ടാവുള്ളൂ. അത് പിന്നെ അത് ഒത്തിരി നേരത്തിന് ഉണ്ടാവില്ല കേട്ടോ. അത് ഇത്ര സെക്കൻഡുകൾ മാത്രമേ അതിൻ്റെ ഇത് ഉണ്ടാവുള്ളൂ. നമുക്ക് ഈ ടെറാൻറ്റുള കീപ്പ് ചെയ്യാൻ വേണ്ടി നമുക്ക് ചെറിയൊരു കണ്ടെയ്നർ ബോക്സ് വരും നമുക്ക്. പിന്നെ നിങ്ങളുടെ സ്ലിങ്സിന് റേറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2K തൊട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യും. അതിന് ഓരോ ഇഞ്ച് അനുസരിച്ച് അതിൻ്റെ റേറ്റ് വരുന്നത്. പിന്നെ അതിൻ്റെ ഒരു ഇഞ്ച് അനുസരിച്ച് ഇങ്ങനെ മാറി മാറി. സ്ലിങ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ചെറിയ ബട്ടൺ എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഷർട്ടിൻ്റെ ബട്ടണില്ലേ, അതിൻ്റെയൊക്കെ അത്ര ഒരു ഇതുണ്ടാവുള്ളൂ. അങ്ങനെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണത്. പിന്നെ അതിൻ്റെ നമുക്ക് ഒരു ഇഞ്ചിനേക്കാൾ കുറവായിരിക്കും കേട്ടോ. 1 ഇഞ്ചിന് കുറവായിരിക്കും അതിൻ്റെ ഈ വലിപ്പം കാര്യങ്ങളെല്ലാം വരുന്നത് കേട്ടോ. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ കണ്ടെയ്നർ ബോക്സ് വരുന്നത്. ഇതൊന്ന് കോക്കോപ്പീറ്റ് നമ്മൾ ബെഡായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കേട്ടോ. നിങ്ങൾക്ക് ബെഡായിട്ട് യൂസ് ചെയ്യുന്ന സാധനമാണ്. പിന്നെ ഇതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ഹൈഡ് ചെയ്ത് നിൽക്കാൻ വേണ്ടി അങ്ങനെയൊക്കെയുള്ള നമ്മളിപ്പോൾ ചിരട്ട വെച്ച് കൊടുത്തേക്കണം ഇതിന് ഹൈഡ് ചെയ്ത് നിൽക്കാൻ വേണ്ടി. പിന്നെ നമുക്ക് അതിൻ്റെ ചെറിയ വുഡ് കാര്യങ്ങളെല്ലാം നമുക്ക് വെച്ച് കൊടുക്കാൻ പറ്റും. പറഞ്ഞ പോലെ നമ്മൾ ടെറാൻറ്റുള സ്ലിങ്സിന് നമ്മൾ ഫീഡ് ചെയ്യണേ കേട്ടോ. ഫീഡ് ചെയ്യണേ മീൽ വേംസ് നമ്മൾ ടെറാൻറ്റുള സ്ലിങ്സിന് നമ്മൾ ഫീഡ് ചെയ്യണം കേട്ടോ. നമ്മളൊരു മീഡിയം സൈസൊക്കെ ടെറാൻറ്റുള ഒരു മീഡിയം സൈസൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് സൂപ്പർ വാംസ് ഫീഡ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇതുണ്ടോ, ഇതാണ് സൂപ്പർ വാംസ്. നമുക്കൊരു മീഡിയം സൈസൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്കിതിനെ ഫീഡ് ചെയ്യാൻ പറ്റും കേട്ടോ. ടെറാൻറ്റുളക്കൊക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള സാധനമാണ് ഈ മീൽ വാംസ് ഒക്കെ കേട്ടോ. ഇതുണ്ടോ, ഇത് കോക്കോപ്പിറ്റ്. പിന്നെ അതിനകത്ത് നമ്മളിത് ചിരട്ട വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്കിതിനകത്ത് വുഡെല്ലാം ആഡ് ചെയ്യാൻ പറ്റും ഇതിനകത്ത്. പിന്നെ ഇതിനകത്ത് മെയിനായിട്ട് നമ്മൾ വെച്ച് കൊടുക്കേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം. ഇതുകൊണ്ടോ, ചെറിയൊരു പാത്രത്തിൽ നമുക്ക് ഈ വെള്ളം വെച്ച് കൊടുക്കാം കേട്ടോ. അത് മെയിനാണ് കേട്ടോ. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, എപ്പോഴും വെള്ളം വെച്ച് കൊടുക്കണം എപ്പോഴും. പിന്നെ നമ്മൾ നിങ്ങളെ ചെറിയൊരു ഹ്യൂമിഡിറ്റിക്ക് വേണ്ടി നമ്മൾ എപ്പോഴും വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കണം കേട്ടോ. അത് നമ്മളൊരു മീഡിയം അളവിൽ നമ്മൾ അടിച്ചു കൊടുത്താൽ കേട്ടോ. ഒത്തിരി കൂടി പോകാൻ പാടില്ല, ഒരു മീഡിയം അളവിൽ നമ്മൾ അത് അടിച്ചു കൊടുത്താൽ മതി. നമ്മളിതിനകത്ത് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ കണ്ടെയ്നറിൽ ഉറുമ്പ് കയറാണ്ട് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ ഈ ഉറുമ്പ് കയറാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ ആദ്യം നോക്കേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ കൊടുക്കുന്ന ഫീഡില്ലേ, നമ്മൾ കൊടുക്കുന്ന ഫീഡോ അതിനകത്ത് എന്തെങ്കിലും വേസ്റ്റായി കിടന്നിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണത്താലായിരിക്കും ഒരുപക്ഷെ ഇതിനകത്ത് ഉറുമ്പ് കയറുന്നത്. അപ്പോൾ നമ്മളത് തടയാൻ വേണ്ടി നമ്മൾ അതിനകത്ത് പാറ്റാച്ചോക്ക് വരച്ചെടുക്കാൻ നല്ലതായിരിക്കും. അപ്പോൾ പാറ്റാച്ചോക്ക് വരച്ചു കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിക്കണമായിരുന്നു നിങ്ങൾക്ക് സൈഡിലേക്ക് പൊടി വരികയോ അങ്ങനെ ഒന്നും ചെയ്യാണ്ട് നമ്മൾ ശ്രദ്ധിക്കുന്നത്. മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ ബോക്സിൽ ചുറ്റിനും നമ്മൾ ഈ സാധനം വരച്ചു കൊടുക്കണം. അല്ലാണ്ട് നമ്മൾ വേറെ ഒരു എഫക്റ്റായിട്ട് രീതിക്ക് മാർക്ക് വരച്ചു കൊടുക്കാൻ പാടില്ല. പിന്നെ ഇപ്പോൾ നമുക്കിപ്പോൾ നമ്മൾ ഏതൊരു പെറ്റിനെയും നമ്മൾ പരിചരിക്കുന്ന പോലെ നമുക്ക് പരിചരിച്ചെടുക്കാൻ പറ്റുന്ന ഒരു പെറ്റാണ് നമ്മൾ ടെറാൻറ്റുള വരുന്നത്. ടെറാൻറ്റുളയെ കുറിച്ച് മാക്സിമം നമ്മൾ ഈ വീഡിയോ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത എക്സോട്ടിക്കിൻ്റെ പെറ്റ്സിൻ്റെ വീഡിയോസൊക്കെ ആയിട്ട് നമ്മൾ ഇനിയിപ്പം അടുത്ത വീഡിയോ നമ്മൾ പരിചയപ്പെടുത്താം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ അമർത്തണം. ഇനി അടുത്തൊരു വീഡിയോയിലേക്ക് വരും വരെ താങ്ക്സ്.